Hi friends, Assalamualaikum. Welcome back to my channel Sana's Beauty Tips. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ലിപ് ബാം ആണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ചുണ്ടുകൾ. അപ്പോൾ നമ്മുടെ ചുണ്ടിന് നന്നായിട്ട് കെയർ ചെയ്യുന്നു, അതായത് നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റി വിള്ളലുകളൊക്കെ മാറ്റുന്ന ഒരു ലിപ് ബാം ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്ട്രോബെറിയുടെ പൾപ്പ് ഉണ്ടായിരുന്നു, മലായ് സ്ട്രോബെറി ക്രഷ് എന്ന് പറയുന്നൊരു പൾപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഫ്ലേവർ കൊടുത്തിട്ട് നമുക്കൊരു ലിപ് ബാം തയ്യാറാക്കാമെന്ന്. കടയിൽ നിന്നൊക്കെ ലിപ് ബാം മേടിച്ച് ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല, ചിലപ്പോൾ ചുണ്ടൊക്കെ കരിവാളിച്ചൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലിപ് ബാം ഉണ്ടാക്കിയാലോ എന്ന് കരുതി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗൾ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സ്ട്രോബെറി ഫ്ലേവർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല പിങ്കിഷ് കളറും കൂടി ഉണ്ടാകും, അതുകൊണ്ടാണ് സ്ട്രോബെറി എടുത്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവറായിട്ട് ചെയ്യാം കേട്ടോ. കളറിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ വെച്ച ബൗൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെട്രോളിയം ജെല്ലിയാണ്. ഏതെങ്കിലും ഒരു പെട്രോളിയം ജെല്ലി എടുക്കാം കേട്ടോ. വാസലിനാണ് കൂടുതൽ ആൾക്കാർ ലിപ് ബാം ചെയ്യുമ്പോൾ എടുക്കുന്നത്, പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് സെബോളിനാണ്. ഞാൻ സെബോളിന് എടുക്കാൻ കാരണം നമ്മുടെ ചുണ്ടിൻ്റെ വരൾച്ച മാറ്റാനും അതുപോലെ വിണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ, വിണ്ട് കയറുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ വളരെ നല്ലതാണ് സെബോളിൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെബോളിന് എടുത്തത്. നിങ്ങൾക്ക് വാസലിനാണെങ്കിലും എടുക്കാം, ഇല്ല മറ്റേതെങ്കിലും പെട്രോളിയം ജെല്ലി ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം. ഞാനപ്പോൾ കുറച്ച് സെബോളിൻ ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇതിനി ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചുണ്ടിൻ്റെ വരൾച്ചയൊക്കെ ഈ മഞ്ഞുകാലത്തൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിൻ വരണ്ട് പോവും, ഡ്രൈ ആയി പോവും, പിന്നെ മൊരു പോലെയൊക്കെ വരും സ്കിന്നിൽ. അപ്പോൾ ആ ടൈമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ സെബോളിൻ. നന്നായിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചറായിട്ട് വെക്കാനും ഈ വരൾച്ചയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. എന്നിട്ട് വേണം നമുക്ക് പൾപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് സ്ട്രോബെറിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ, ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. രണ്ടും തമ്മിൽ നന്നായിട്ട് ജോയിൻ ആവണം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി സ്ട്രോബെറി പൾപ്പ് ചേർക്കുവാണ്. നമ്മുടെ സെബോളിൻ ഇതിൽ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടി പൾപ്പ് ചേർത്ത് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഉണ്ടെന്നാണെങ്കിൽ ഒരു 2-3 തുള്ളി വൈറ്റമിൻ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സ്കിന്നിനെ UV റേസിൽ നിന്നൊക്കെ കരിവാളിപ്പിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് നല്ലതാണ് വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ ഉണ്ടെന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സെബോളിനും സ്ട്രോബെറി പൾപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജോജോബ ഓയിലാണ്. എൻ്റെ കയ്യിൽ വൈറ്റമിൻ യു ഇല്ല, അതുകൊണ്ട് ജോജോബ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ജോജോബ ഓയിലിൽ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് മാറ്റാം. നമ്മുടെ ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും അതുപോലെ ചുളിവുകളൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് ജോജോബ ഓയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിപ് ബാം. നമുക്കിനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ ഇത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ ലിപ് ബാം മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ മെൽറ്റായിരിക്കുവാണ്. ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് വരും. പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായിട്ട് നമുക്ക് ലിപ് ബാം ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ലിപ് ബാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് പോകണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടിപ്പുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.